എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ ലോ നിൽക്കുകയാണ് ആഴുക്ക മാനം കെട്ട പരക്കഴി പയല് അയ്യയ്യയ്യേ അവൻ്റെ ലക്ഷണം നോക്ക്. എടാ കള്ള എന്നെ കള്ളാന്ന് മാത്രം വിളിക്കല്ല്. പിന്നെ കള്ളനെ സത്യവാനെന്ന് വിളിക്കുമോ? എടാ ഒരഭിമാനം വേണ്ടടാ, ഒരഭിമാനം വേണ്ടേ? എനിക്ക് അഭിമാനമൊക്കെ ഉണ്ട്. നിനക്കൊണ്ട്, നിന്നെ കൊണ്ട് മറ്റുള്ളവരഭിമാനമാണ് ഇപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഞാർക്കെന്തിനു ചെയ്ത്? എനിക്കിപ്പം വെളിയിറങ്ങാൻ നിവർത്തിയില്ല. നിങ്ങൾ വെളിയിറങ്ങണ്ട. വെളിയിറങ്ങാതിരിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ ഇപ്പം 2 വർഷം കൊണ്ട് വെളിയിറങ്ങണില്ല. വെളിയിറങ്ങുമ്പം നാട്ടുകാർ ചോദിക്കുന്നത് കള്ളൻ്റെ മാമൻ പോണെന്ന്. നിങ്ങൾ എൻ്റെ മാമനെന്ന് പറയായിരുന്നാ മതിയല്ലോ. എല്ലാവർക്കും അറിയാം, പറയാതിരിക്കുന്ന എന്തന്നെ. എടാ ചെറുക്ക, നീ വീട്ടിൻ്റെ കാര്യം നോക്കണില്ല. ആ പെണ്ണ് എന്തൊരു ചിലപ്പോൾ ആവട്ടെ, അവളേതായ ഒരു ജോലിക്ക് പോകണം. എന്തൊരു അന്തസ്സായിട്ട് ആ കുടുംബം നടത്തിക്കൊണ്ട് പോകും. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല, നീ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നീ പോണ ജോലി മോഷണത്തിനല്ലേ, മോഷണത്തിന്. ഇനി അങ്ങനെ പറയല്ലോ അമ്മ. എടാ ഒരു അഭിമാനം വേണോടാ, ഒരു അഭിമാനം. നീ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ പൈസ തരാം. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു തരാൻ പറ്റുമോ നിനക്ക്? എന്തിനു പറഞ്ഞത്? നിനക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാൻ പറ്റുമോടാ? പിള്ളേരെ കാര്യവും അവളെ കാര്യവും ഒക്കെ ഞാൻ നോക്കിക്കോളാം. എന്തേ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞു തീർന്നില്ല. ഇനിയും കുറെ പറയാനുണ്ട്. ഉണ്ടെങ്കിൽ അത് കൂടെ പറയാം. എന്നിട്ട് ഞാൻ പറയാനുള്ളത് കൂടെ പറയാം. നീ പറ. ഇനി നിങ്ങൾ മിണ്ടല്. ഞാൻ മിണ്ടല്ല, പറ. ഞാൻ 2 ദിവസമായിട്ട് എവിടെ ആയിരുന്നെന്ന് അറിയാമോ? മോട്ടിക്കാൻ പോയി. അത് എന്നെ ജയിലിലായത്. അങ്ങനെ അനാവശ്യം പറയല്ല എന്നെ പറ്റി. പിന്നെ ഞാൻ മെനിങ്ങാന്ന് സുകുമാര മാമന്റെ വിളയിലായിരുന്നു. മോട്ടിക്കാൻ പോയത്. ഇന്നലെ എവിടെ ആയിരുന്നെന്ന് അറിയാമോ? ഭവാനി അമ്മച്ചിരി വിളയില്. അവിടുന്ന് മോട്ടിച്ചാ? ഞാൻ മോട്ടിക്കാൻ എങ്ങൊന്നും അല്ല പോയത്. പിന്നെ നീ എന്തെന്ന് 2 ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിലായത്? മാമ ഞാൻ കള്ളനെ പിടിക്കാൻ വേണ്ടി പോയെന്ന്. ഒരു കള്ളൻ വേറൊരു കള്ളനെ പിടിക്കാൻ പോണതാ. അതെന്തായാലും ന്യായോടാ. നിങ്ങൾ കുറുവാ സംഘം കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുറുവാ സംഘമാണല്ല ഇവിടെ കേരളത്തിൽ മൊത്തം. എന്റെ മാമ നമ്മളെ നാട്ടിൽ മൊത്തം കുറുവാ സംഘം മാമ. അതെല്ലാവർക്കും അറിയാം. അതിന് നിനക്കെന്തരേ? ഞാൻ മുക്കിലെ പയ്യന്മാരെല്ലാം കൂടെ 2-3 ദിവസമായി ഉറങ്ങിയിട്ട് കുറുവാ സംഘത്തിൽ പിടിക്കാറിയാമോ? എന്നിട്ട് നീ എന്തിനാണ് സ്റ്റേഷനിലായത്? അങ്ങനെ നിങ്ങൾ കാര്യമായിട്ട് ചോദിക്കും. കാര്യമായിട്ട് തന്നെ ചോദിക്കണം. എന്തായിരുന്നേ? ഇന്നലെ ഭവാനി അമ്മച്ചിരി വിളയിരിക്കായിരുന്നു. നമ്മൾ 12-1 മണിയായപ്പോഴത്തേക്ക് നമ്മളെ സതീശയിലെ മുക്കിലെ സതീശായി അവൻ പറഞ്ഞ അണ്ണ കുറുവാ സംഘത്തിനെ പിടിച്ചേ നിങ്ങളെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. അവിടെ പോലീസ് ബഹളമായിട്ട് നിങ്ങളെ വീണ്ടും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ എന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് നിറച്ചും പോലീസും കുറുവാ സംഘം ഉണ്ടായിരുന്ന അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നെ ചോദിച്ചു എന്റെ പേരെന്തരാന്ന് വെച്ച്. ഞാൻ പറഞ്ഞു സാറേ എന്റെ പേര് പ്രകാശൻ കുട്ടി, എല്ലാരും എന്റെ പ്രാട്ടിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. നീയാണോടാ കുറുവാ സംഘത്തിന്റെ നേതാവ്? അവരൊക്കെ സംശയം തോന്നി. ഞാൻ പറഞ്ഞു സാറേ കുറുവാ സംഘത്തിന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മാമ ഇത് പറഞ്ഞത് എവിടെയിരുന്നു? ഞാൻ ജീപ്പിന്റെ അകത്തിരുന്ന്. അതെന്താ വെളിയിൽ നിന്നാ നീ ജീപ്പിനകത്ത് അങ്ങനെ ആയത്? എന്റെ ജീപ്പിന്റെ അടുത്ത് എടുത്തെറിഞ്ഞവര്. അത് വേണമല്ലേ? നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയാമോ. അവിടെ ചെന്നപ്പോ 3-4 കുറുവാ സംഘം നിൽക്കണേ. ഇവരെ നിനക്ക് അറിയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അറിഞ്ഞൂടാ. അവര് ചോദിച്ചു എന്നെ അറിയാന്ന് വെച്ചു. അവര് പറഞ്ഞു അറിയാന്ന്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതും പോലീസ് ഉദ്ദേശിച്ചതും ഒക്കെ കറക്റ്റ് തന്നെ. നിങ്ങൾ എന്തിനു ഉദ്ദേശിച്ചത്? നീ ആണ് ഇവിടെ കുറുവാ സംഘത്തിന്റെ ബ്രാഞ്ച് നടത്തുന്നതിന്റെ മെയിൻ ക്യാപ്റ്റൻ. പോയ മാമ എന്താ ഇത് പറഞ്ഞത്? അവർക്ക് എന്നെ അറിയാന്ന് പറഞ്ഞത് എന്നെ കുനിച്ചു നിർത്തി ഒരു 8 പോലീസുകാർ കുറെ ഇടിച്ചു. കുനിച്ചു നിർത്തി ഇടിക്കാതെ അവരെന്തെങ്കിലും ചെയ്യും നിന്നെ? എന്നിട്ട് എന്റെ ചോദിച്ചു ഇനി നീ പറ ഇവരെ അറിയാന്ന് ചോദിച്ചു. അപ്പൊ നീ എന്തെങ്കിലും അറിഞ്ഞേ? ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവര് പറഞ്ഞത് എന്നെ കാണാൻ ഇവിടെ വന്നതാണ്, എന്റെ വീട്ടിൽ വന്നതാണെന്നാണ് ഇവർ പറഞ്ഞേക്കണത്. അയ്യോ അപ്പൊ സംഭവം ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു സാറേ തലയിൽ കൂടെ തുണി ഇട്ടിരുന്നത് എങ്ങനെ എനിക്ക് ഇവരെ അറിയാൻ പറ്റും? ഞാൻ പറഞ്ഞു തുണി മാറ്റാൻ പറഞ്ഞു. മാമ തുണി മാറ്റിയപ്പം ഇവരെന്നെ കണ്ടങ്ങ് ചിരിച്ചു. ഞാനും അങ്ങ് ചിരിച്ചിട്ട് ഓടിച്ചെന്നങ്ങ് കെട്ടിപ്പിടിച്ചു. മാമോ അയ്യോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ മുമ്പേ നീ എന്നടാ കുറുവാ സംഘത്തിന്റെ നേതാവ്? മാമ ഇത് ആരെന്നറിയാമോ? ഈ 4 പേര്. അതൊരു കുറുവാ സംഘം അല്ല പിന്നെ ആര്? എന്റെ മാമ എന്റെ അമ്മേരെ ഇളയ അനിയല്ലേ തിരുനെൽവേലിയിലുള്ള മാമൻ. വെങ്കടേശ്വരൻ മാമന് രാജശ്രീ മാമയും അവര് 2 പിള്ളേരുമാണ് അവിടെ വന്നത്, എന്റെ വീട്ടിൽ വന്നത് കല്യാണത്തിന് പോകാൻ വേണ്ടി. എന്നിട്ടെന്തരായി? ഞാൻ പറഞ്ഞു സാറേ
ഇവരെൻ്റെ മാമനും മാമിയാണ് പിള്ളേരൊക്കെയാണ് എൻ്റെ ബന്ധു തന്നെ കല്യാണത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ അവസാനം അവിടെ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും കൊടുത്ത് പിന്നെ മാമൻ്റെ പേരൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് മാമ ഞാൻ ഇറങ്ങിയത്. അയ്യോ കഷ്ടമായി പോയല്ലേ. വല്ലാത്തൊരു കഷ്ടമായി പോയി മാമ. എന്തിനു മാമ ഇങ്ങനെയൊക്കെ നമ്മളെ ദ്രോഹിക്കുന്നത് മാമ? ദ്രോഹിച്ചത് യഥാർത്ഥത്തിൽ പോലീസ് അല്ലടാ. യഥാർത്ഥത്തിൽ ദ്രോഹിച്ചത് വെങ്കടേശ്വരനാണ്. ആന്തോ അമ്മ വെങ്കടേശ്വരനെ ദ്രോഹിച്ചത്? എടാ വെങ്കടേശ്വരനെ കണ്ട കുറുവാർ സംഘം വരെ നാണിച്ചു പോകില്ലേ? എങ്ങനെയാമ? കുറുവാർ സംഘത്തിന്റെ അതേ ഷേപ്പല്ലേ വെങ്കടേശ്വരനും? തന്നെ വാ